കാരണം നമ്മൾ രണ്ട് കുട്ടികൾ ഇങ്ങനെ രണ്ട് ചെറിയ മക്കനെ കിട്ടാണ്ട് ഇങ്ങനെ ചെയ്യണം കാണാൻ തന്നെ ചിന്തിച്ചാൽ പോലും കഴിയും. കാരണം ഉമ്മാനെയും മോൾട്ടിനെയും കൊടുത്തിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ പണ്ട് റിയാദിന്ന് ലീവിന് ഇപ്പൊ ഒരാൾ പോകുന്നുണ്ട്, പിന്നെ ഇപ്പൊ പോയിട്ടില്ല. അപ്പൊ ഇപ്പൊ പൈസ അല്ല. അപ്പൊ ഉമ്മ ഇപ്പൊ പറയും മോനെ പാസ്പോർട്ട് എടുക്കാനായോ, പാസ്പോർട്ട് എടുക്കാനോ. അപ്പൊ ഞാൻ അവിടെ വെച്ചില്ല, ബാത്റൂമിലൊക്കെ പോയാ വെള്ളമൊക്കെ പിടിച്ച പൈപ്പ് അല്ലാ തണുത്ത് കുറച്ചിട്ട് എനിക്കറിയാം. അവിടെ പോയാണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മൾ ചികിത്സിച്ചില്ല. ഞാനവിടെ പോയിട്ട് കോട്ടൊക്കെ ഇങ്ങനെ കാട്ടിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിട്ടേ എന്താ ഞാൻ ഇപ്പോഴൊക്കെ ഞാൻ പിടിച്ചാണ്. എനിക്ക് ചുമ വന്നാൽ നിർത്തൂല. എൻ്റെ അപ്പൻ്റെ മാതിരിയാണ്. എൻ്റെ അപ്പ ചുമ വന്നാ പിന്നെ നിർത്തൂല. മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നലെ ഞാൻ ഒരു കമന്റ് വായിച്ച്, ഇയാളെ അവതരണ ശൈലി നല്ല രസമുണ്ട് എന്നുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ മതിലത്ത് കൂടെ ഒരു കുളിര്, അതിനിടയിൽ കൂടെ വേറൊരു കുളിര്, സന്തോഷം കൊണ്ടേ. അങ്ങനെ റബ്ബുൽ ആലമീനെ തമ്പുരാനെ അല്ല പടച്ചവന്റെ ബർക്കത്ത് കൊണ്ട് പനി ആയിരുന്നു. ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു, നല്ല പനി മരിച്ചു. ഇപ്പോഴും പനിയുണ്ട്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൂടെ ചുമക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മാന്യവരായ നല്ലവരായ എൻ്റെ ഉമ്മമാരത് ക്ഷമിക്കുക. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ കൂടുതലും ഒന്നില്ലെങ്കിൽ ഒരു പേരക്കുട്ടികളെങ്കിലും ഉള്ളവരായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ സ്വന്തം ഭാഷയായ മലപ്പുറത്തേക്ക് കടന്നു വരാം. ജലദോഷം പിടിച്ചിട്ടേ. ആദ്യം ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ പറയണ്ടല്ലോ, തണുപ്പാണ്. ഞാൻ എല്ലാ റീൽസിലും ഷോർട്സിലും ഒക്കെ വന്ന് പറയുന്നതാണ്. പിന്നെ കുട്ടികളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഓരോ ഷോർട്സ് വീതം ഞാൻ പോസ്റ്റ് ഉണ്ട്. അത് പണ്ടെന്നോ എടുത്തു വെച്ചത്. ഇപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക, തൽക്കാലം യൂട്യൂബ് ഉണ്ടാക്കാൻ നല്ല ഇടങ്ങാറാണ്. കാരണം ഒരു റീച്ചായി കിട്ടണമെങ്കിൽ ഒരു ചാനൽ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ മുന്നിൽ വന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊരു കുടുംബ ബന്ധം ശക്തമാകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ വിശേഷം നിങ്ങളെ അറിയിക്കണം. നിങ്ങളത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യേണ്ട രസമുള്ളൂ. അടുത്ത റബ്ബേ, കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പണ്ടൊക്കെ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ, എൻ്റെ പെണ്ണുങ്ങൾ, പിന്നെ എൻ്റെ അമ്മാൻ്റെ ബാക്കിക്കാർ, പിന്നെ കാരണൂര് പോലെ അങ്ങനെ ടീം, എൻ്റെ പെങ്ങൾ, ഇത്ര ആൾക്കാരുണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയാണോ? ഒരു അസുഖം വന്നാൽ സ്പോട്ടിൽ മാറുമല്ലേ. ഞാൻ എത്രങ്ങാനും ഉമ്മമാരെ സ്നേഹമാണ് കിട്ടുന്നത്. റബ്ബേ, എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും മദീനത്തേക്ക് ഉംറക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്നെ വിളിക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് അടിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എനിക്ക് ഇവിടുന്ന് 5 മിനിറ്റുള്ളൂ വണ്ടി ഓടിച്ചു വരാൻ. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ലൈസൻസ് ഇല്ല, പക്ഷേ ഞാൻ വരും, പേടിക്കണ്ട. കാരണം ഞാൻ 4 കൊല്ലം മുന്നെടുത്ത ലൈസൻസാണ്. അല്ല, 4 കൊല്ലം മുന്നേ എൻ്റെ ലൈസൻസ് കട്ടായിക്കണം. ഞാൻ പുതുക്കാതെ കൊറോണ പിടിച്ചിട്ട് ഇവിടുന്ന് പോയത്. പിന്നെയും സ്നേഹമുള്ള കഫീൽ എന്നെ വിളിച്ച് വരുത്തി, പിന്നെ നീ ഒന്ന് വാ, കമ്പനി ആകെ പിടുത്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇട്ട ഗൈസ് എന്തൊക്കെയായി. അങ്ങനെ ഇമ്മ എപ്പോഴും പറയും, മോനെ ഇനി അയ്യമ്മോക്കോളം ഇതല്ലേ വേണ്ടില്ല, 2 ദിവസം കൂടുമ്പോൾ വീഡിയോ എങ്കിലും ഇട്. എന്താ വെച്ചാൽ ഇമ്മാക്ക് എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഇങ്ങനെ അയ്യമ്മോലും ഇങ്ങനെ വിളിക്കുക, ആ സമയമല്ലേ. ഇതാവുമ്പോൾ മക്കളെ വിശേഷം ഇങ്ങനെ TV യിൽ ഇങ്ങനെ കാണും. മൊബൈലല്ല കാണുക. കാരണം ഇപ്പം ഉമ്മ നമ്മളെ വീട്ടിലാണ്, വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ. അതൊരു ഇറക്കടി ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ ഒറ്റങ്ങനെ ഇരിക്കല്ലേ, ഒരു കോഴിക്കൂട്ടിലിട്ട മാതിരിയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ലല്ലോ. മറ്റേത് ഇങ്ങനെ കറങ്ങല്ലേ രണ്ടും പാടെ, ഇമ്മിപ്പിയും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം പറയാനാണ് വന്നത്. ഈ ഇങ്ങനത്തെ നാട്ടിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ, അതായത് മദീന എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ സ്വർഗ്ഗല രാജ്യമാണ്. അതായത് ഈ ലോകത്തിലെ സ്വർഗം എന്നറിയപ്പെടുന്നത് മദീനയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയുക, ഇവിടെ ഡോക്ടർമാർ എന്ന് വെച്ച എൻ്റെ തമ്പുരാനെ. ഇപ്പം എൻ്റെ ഫീൽഡ് പറഞ്ഞാൽ പെട്രോളിൻ്റെ ഫീൽഡാണ്. പെട്രോൾ, അതായത് പമ്പിലേക്ക് കണ്ണടിക്കുക, ടാങ്കർ വെച്ചിട്ട്. അപ്പം നമുക്ക് ഭാഷകൾ അറിയാം കൂടുതലും. ബേസിക് ആയിട്ടുള്ള ബക്കാല മീൻസ് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാനുള്ള സാധനങ്ങൾ ബേസിക് അറബി. അതുപോലെ ഇപ്പം നമ്മളെ പണിൻ്റെ കാര്യമാണെങ്കിൽ പക്ക അറബി നമുക്ക് കാണാപ്പാടാണ്. പക്ഷെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇംഗ്ലീഷ് കംഫർട്ടാണ്. പക്ഷേ ഇറ്റങ്ങളോട് പോയി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സൗദികളെ കയറാം, ഇങ്ങനെ ഇരിക്കും, ഏഷ് മുഷ്കില. അപ്പം അതെങ്ങനെ പ്രഷർ കയറും. പിന്നെ നമുക്ക് ആ സമയത്ത് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പം പറയും ഫീവറാണ്, മറ ബുഖാറാണ്. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, കുറച്ചൊക്കെ അറിയുന്നുള്ളൂ. അപ്പോൾ ചോദിക്കും ഖലാസ്, എന്നിട്ട് പേപ്പർ എടുക്കും. അപ്പം ഇതും പറഞ്ഞോള്. എന്നിട്ട് അവിടെ അല്ലാന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പറയും നമുക്ക് ഇങ്ങനെ കഫുണ്ട്, കൊരണ്ട്, പിന്നെ കഫം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് പറയട്ടോ. അപ്പം തോയ് ആപ്ഷൻ ഇങ്ങനെ കുത്തിറക്കും. എന്നിട്ടോ മരുന്ന് പിന്നെ ഫാർമസി പോയി മരുന്ന് വാങ്ങിക്കോ പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഫ്രീ ആണ് മരുന്നുകളെ. അപ്പം നമുക്കൊരു സർജറി വരെ ചെയ്യണമെങ്കിൽ ഇവിടെ ഫ്രീ ആണ്. പക്ഷെ എന്താ വെച്ചാൽ ഇജ്ജാതി ഡോക്ടർമാരാകുമ്പോൾ ഒരു പേടിയാണ്. കാരണം ഒരു ചിലപ്പോൾ അറിയിക്കാറും, പക്ഷെ നമുക്കൊരു തോന്നലാണ്. നമുക്ക് ഈ നാട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യലായി. അപ്പം 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ ചെങ്ങാനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിനി. അപ്പം എന്താ അടിക്കുന്നത്, ഇവിടെ ഒരു മസ്ജിദിൽ മീക്കാത്തുണ്ട്. മീക്കാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മദീനത്തൊക്കെ പോകുന്ന ആൾക്കാർ ഇറാൻ കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അതായത് ഈ തുണികളൊക്കെ മാറ്റുന്ന സ്ഥലം.
വെള്ളത്തുണികൾ. അപ്പം ഈ പിന്നെ മീക്കാത്തിലാണ് കെട്ടൽ. അപ്പോൾ അവിടെ 24 hours ടൂറിസ്റ്റ് പിന്നെ പ്ലേസ് ആണ്. അപ്പം ഇൻഷാല്ല ഞാൻ സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ കൊണ്ട് പോകണം. പക്ഷെ ഇപ്പം എന്താ ഒന്നാമത് മടിയാണ്, കാരണം തണുപ്പായിട്ട് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. അപ്പം അവിടെ പണ്ടേ അതിൻ്റെ സ്വഭാവമാണ്, ഒന്ന് പറഞ്ഞാൽ പറ്റിയത് നിങ്ങൾ ക്ഷമിക്കിട്ടോ. അപ്പം എന്താ ഞാൻ പറഞ്ഞത്, അടുത്ത റബ്ബേ മറന്നോ ഓട്ടി അത് ഓർമ്മിച്ചോണ്ടാ കമൻ്റ് അടിച്ചാണ്ട്. എന്താ റബ്ബേ അത് ഉണ്ടെങ്കിൽ പനിച്ചപ്പം മെമ്മറിയൊക്കെ പോയി. കാര്യങ്ങളൊന്ന് കമൻ്റ് അടിക്കിട്ടോ, കാരണം പനിച്ചിട്ടാണ്. കാരണം എന്താണ് മീക്കാത്തിൽ പടച്ച റബ്ബേ 30-30 വയസ്സായ പുതുതൊക്കെ മറന്നോ. പോട്ടെ. കിട്ടി. മീക്കാത്തിൽ എന്നെ പിന്നെ പള്ളിൻ്റെ വീഡിയോസും കാണാൻ ഞാൻ ചെയ്യാൻ അത്യാവശ്യം കാണാൻ മാത്രം ഉണ്ട്. കാരണം ഹാജിമാർ വന്നിട്ട് പല രാജ്യത്തെ ഹാജിമാരൊക്കെ വന്നുകൊണ്ട് അവിടെ ഡ്രസ്സ് മാറ്റി പോകണ കാണാൻ നല്ല സ്റ്റൈലാണ്. കാരണം ചെറിയ ചെറിയ കിടുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ മക്കളൊക്കെ കൊണ്ടുവച്ച് ഇൻഷാല്ല ചെയ്യാൻ നല്ല കൂലിയാണ്. കാരണം നമ്മൾ രണ്ട് കുട്ടികൾ ഇങ്ങനെ രണ്ട് ചെറിയ മക്കനെ കിട്ടാണ്ട് ഇങ്ങനെ ചെയ്യണ കാണാൻ തന്നെ ചിന്തിച്ചാൽ പോലും കഴിയും. കാരണം ഉമ്മാനെയും മോൾട്ടിനെയും കൊടുത്തിരിക്കണം ഇൻഷാല്ല. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ പണ്ട് റിയാദിൽ നിന്ന് ലീവിന് ഇപ്പോൾ ഒരാൾ പോകുന്നുണ്ട്, പിന്നെ ഇപ്പോൾ പോയിട്ടില്ല. അപ്പോൾ പഗ് ഇപ്പോഴും പേടിയാണ്. പക്ഷെ പഗ് കയറി വരാം, പക്ഷെ പഗ് പേടിയാണ്. അന്ന് ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പൈസ ഉണ്ടായിന്, അത് പണം വിളിച്ചു തോന്നും. അപ്പോൾ പഗ് പേടി. ഇപ്പം പൈസ അല്ല. അപ്പം ഉമ്മ ഇപ്പോൾ പറയും മോനെ പാസ്പോർട്ട് എടുക്കാനായോ, പാസ്പോർട്ട് എടുക്കാനോ. അപ്പം ഞാൻ അവിടെ വെച്ചിലായിട്ടില്ല അറിയാം. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികളെ കണ്ടോ കൊടുത്ത് കാണാത്തോല് കാണട്ടെ, കണ്ടൊരാൾ നിൽക്കാന്ന മാതിരി. അപ്പം ഈ മീക്കാത്ത എന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ചെങ്ങാനും കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇപ്പം എന്ത് ചെയ്തിരുന്നോ, നല്ല ജവാനെ പോലെ പോയിരുന്നുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന്. ഇവന് കുറച്ച് അറബി എൻ്റെ അത്ര പിന്നെ എന്താ പറയുക അറബി അറിയില്ല, കാരണം ഇപ്പം ഒരു കൊല്ലല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു എന്നെ പോലത്തെ ജവാന്മാർക്ക് ഇവിടെ ചികിത്സ അല്ല, ഇജ് പോയിട്ട് പിന്നെ വാ, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോയിക്കോ. വേറെ ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഇതന്നെ എങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെ കയറാം, അത്രയും ലോക്കലാണ്. അതിൽ ഓന എന്തായാലും ഓനെ പറ്റ വയ്യ. കാരണം മോന് റൂമിൽ എപ്പോഴും AC ചില ഫാൻ ഇട്ടുള്ളൂ, അല്ല പറഞ്ഞാൽ കഴിയില്ല. കാരണം എത്ര തണുപ്പാണെങ്കിലും റൂമിൽ ചെറിയൊരു ഫാനിൻ്റെ കാറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, കാരണം 5 ആൾ കിടക്കുന്ന റൂമല്ലേ. കാരണം ഞങ്ങൾ 4 മുതിർമാരുണ്ടാവും, പിന്നെ ഒരു ഡ്രൈവറും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കാക്കു പറയും. അത് മൂപ്പർ ഞങ്ങളെല്ലാവരും ഇവിടെ റൂമിലാണ് കിടക്കുക. അപ്പം AC നിർബന്ധം, അല്ലെങ്കിൽ ചൂടുമ്പോൾ കിടക്കും. അങ്ങനെ ഇരിക്കെ ഇവനെന്താട്ടി മരുന്ന് കിട്ടിയാണ് സാധാ പാൻഡോള്. പിറ്റേന്ന് തൊട്ട് ഇവനെ കൊണ്ടുവന്ന് ഞാനല്ലേ കാറിൽ AC കിട്ട് പോയതുകൊണ്ട് എനിക്ക് ആ പനി ഓണ്ട് തന്നു. ഞാൻ 2 ദിവസം കുറച്ചു. നല്ല പനി. ബാത്റൂമിലൊക്കെ പോയാൽ വെള്ളമൊക്കെ പിടിച്ച പൈപ്പ് തണുത്ത് കുറച്ചിട്ട് എൻ്റെ പടച്ച തമ്പുരാനെ ആകെ ഒരു കഥയാണത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, പിന്നെ ബാത്റൂമിക്ക് നമുക്കുണ്ടല്ലോ രാത്രി സുബൈക്ക് പുറത്ത് ഇറങ്ങാൻ തന്നെ മീൻസ് ഇപ്പം കുടിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് പറഞ്ഞാൽ റൂമിൻ്റെ തൊട്ട് അറ്റാച്ച്ഡ്. അപ്പോൾ എപ്പം മൂത്രമൊക്കെ നമുക്കല്ലോ സ്പോട്ടിൽ വണ്ടി കയറാം. ഇപ്പം അത്ര ചൂടുണ്ടാവില്ല, തണുപ്പുണ്ടാവില്ല. ഇത് കാരണം എന്താ പറയുക, റൂമിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മുകളിൽ നിന്നൊരു തണുപ്പ് വരാൻ. പിന്നെ ബാത്റൂമിൽ അധികം ഒന്നും ഉണ്ടാവില്ല, ഒരു 5 മീറ്റർ അത്രേ ഉള്ളൂ. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ മറ്റേ ദിലീപാണ് മാറി കുബേരത്തെ മാറി പിന്നെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ കടന്നു പോകണം കേട്ടോ. അങ്ങനെ എന്തായിട്ട് ഈ പനിയും തൊക്കെപ്പാടായപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. ആദ്യം രാത്രി പോയി, കാരണം നമ്മൾ ഈ രാത്രി കുറച്ച് പൈസ കിട്ടി അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഈക്വലാക്കുക. എൻ്റെ ഇവിടുത്തെ പണിയറല്ലോ, ഇവിടുത്തെ പൈസൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പം പിന്നെ എനിക്ക് ഈ രാത്രി എൻ്റെ പണിയൊക്കെ തീർത്ത് അത് കറക്റ്റ് പിന്നെ അന്ന് റിയാലുകളും, കാരണം ലക്ഷക്കണക്കിന് റിയാൽ വരും, അതൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് ഇവിടെ കൊടുത്ത് അതിൻ്റെ ബില്ലൊക്കെ സെറ്റ് ആക്കിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ. എന്നാൽ മനസ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ. കാരണം നാളെ ഇന്നത്തെ കണക്കുമ്പാടെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കണക്കൂട്ട് കിട്ടാൻ കുറച്ച് പ്രയാസം കിട്ടും ഈ കാര്യം. പക്ഷെ ഒരു മനസ്സിന് സംതൃപ്തി ഉണ്ടാവില്ല. എന്തിനും ചെയ്യാണ്ട് സ്പോട്ട് ചെയ്യുക, അതാണ് എന്തൊരു സ്വഭാവം കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോ ബോറടിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. വീഡിയോ ഇപ്പോൾ അതിൻ്റെ ഇൻഷാല്ല നിങ്ങൾ ക്ഷമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് നമുക്ക് ഒരിക്കലും കട്ടാക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ വന്നിട്ട് കുട്ടികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും വേണം. പിന്നെ ഇൻഷാല്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് കൂടി കുറേ കുടുംബക്കാരെ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം. അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ എൻ്റെ ഒപ്പിൽ നമ്മുടെ നാട്ടുകാരനായ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഓന് വീഡിയോക്ക് വരാൻ കുറച്ച് മടിയാണ്. എന്താ ചിലവർ അങ്ങനെ കയറാം, എനിക്ക് വീഡിയോക്ക് വരാൻ മടിയാണ്. നമ്മൾ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓൻ്റെ സൈഡിൽ കാണിക്കുമ്പോൾ ഓൻ്റെ അമ്മ ഇരുത് ഇപ്പം എന്താ എൻ്റെ കുട്ടിനെ കാണിച്ചാത്തത്. അപ്പം ഓൻ്റെ അമ്മൻ്റെ പേര് ചെറുത്താത്ത നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളെ മകനെ പറ്റി ഞാൻ പറഞ്ഞിട്ടല്ലോ, നിങ്ങൾക്ക് സിനിയ എൻ്റെ പുതിയാപ്പിളിനെ പറ്റി എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര കുറവാനാണ് ഗൈസ്. അപ്പം ഓന് വീഡിയോ എനിക്ക് വരില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉടുപ്പില്ല, ഞാനാണെങ്കിൽ എല്ലായിടത്തും പോയി വീഡിയോ എടുക്കും. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാനേതാ മുതൽ എനിക്കറിയാം. അവിടെ പോയാണ്ട് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിച്ചില്ല. ഞാനവിടെ പോയിട്ട് കോട്ടൊക്കെ ഇങ്ങനെ കാട്ടിയിട്ട്
ലേശ് മുഷ്കില. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഫീവറാണ്, എങ്ങനെയാണ് പിജിലിസ് എന്ന് പറഞ്ഞു. അവിടെ പോയി ഇരിക്കണമൊന്നും കുഴപ്പമൊന്നുമില്ല, കണ്ടീഷനൊക്കെ ഓക്കെ ആയിരുന്നു. എന്തായാലും ഒരു ഇതാക്കും. അതിൽ നേരെ പോയിട്ട് നമ്മളുണ്ടല്ലോ പ്രഷർ, പൾസ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഒരു പിന്നെ അങ്ങനെ എടുത്ത് വന്നുകൊണ്ട് തലമ തൊട്ട് നോക്കും. അപ്പം ഫീവർ കാണുന്നുണ്ട്. സാധാരണ ഞാൻ പോയിട്ട് ഫീവറാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലിങ് തുറവാതെ ദേശാറ് അതാ പോയി ചത്ത മഴ വിളിച്ചോണ്ട് വരും. അത് കുടിച്ച് കഴിഞ്ഞാൽ മറ്റേ ഗ്യാസ് മുട്ടായില്ല, അത് ഇന്നലെ മാതിരിയാണ്, ഒരു എഫക്റ്റില്ല. 2 ദിവസം കുടിച്ചിട്ട് മാറ്റമല്ലോ. ഇത് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്താടി ഒളി അവരുടെ സൗദി നൈസാണ്. ഒളിഞ്ഞും കൊണ്ട് നേരെ ഡോക്ടർക്ക് പോയി കാഷ്വാലിറ്റി കൊണ്ടേ കടത്തി. ആദ്യം ഇവിടെ കുത്താൻ നോക്കി സൂചി. ഞാൻ സ്റ്റോറി ഇട്ടീനി ഇല്ല, സ്റ്റോറി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് വന്നിട്ടോ. നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം കാണാത്തോലെ ഇൻസ്റ്റാഗ്രാമിലും കയറി കാണട്ടോ, കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ ഇമാരൊക്കെ യൂട്യൂബൊക്കെ യൂസ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യില്ല. അപ്പം ഞാൻ അതാണ് രണ്ടോടത്തുകൂടി ഞാൻ അങ്ങോട്ട് മാറ്റിക്കുകയാണ് ഇത് വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് പെനഡോൾ കയറ്റി. അതായത് അപ്പം എനിക്ക് നല്ല സുഖം. അപ്പം ആ ഡോക്ടർ 4 മരുന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഇത് വായിച്ചാൽ എന്തൊക്കെ ഉണ്ട്. പെനഡോൾ എഴുതിയിരിക്കുന്നത്, പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് എഴുതിയിരിക്കുന്നത്, പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഗുളിക ഉണ്ട് അതും പറഞ്ഞിരിക്കുന്നതിനോട്, പിന്നെ സിറപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാൻ കയറി കൗണ്ടറിൽ പോയിട്ട് ഞാൻ ഫാർമസി കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇവൻ 3 ഞാൻ പറഞ്ഞു കപ്പ് സിറപ്പ് ഉണ്ടല്ലോ ഇല്ല, അല്ലാസ് ഇത് കുടിച്ചോ മാറിക്കോളെന്ന് പറഞ്ഞു. അത് അറബി നമുക്ക് ഈ മസ്ബൂത്ത് പറഞ്ഞു. എന്താ പറയുക, ഓലെ നാട് പോലെ വെറുപ്പിച്ചാൻ പറ്റും. ഞാൻ പിന്നെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഇപ്പം എന്നോട് ദേശീയായി. ലാസ്റ്റ് എന്താട്ടി കുരക്കില്ല ഗുളിക ഇല്ലാതെ, ചുമക്കില്ല ഗുളിക ഇല്ലാതെ ഞാൻ എന്തായാലും റൂമൊക്കെ വന്നിരിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ റിസ്ക് എടുത്താണ്ട്, അതായത് സ്ട്രെയിൻ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ചുമ വരും. പക്ഷെ അതങ്ങനെ കിടക്കുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യുക മാക്സിമം. ഞാൻ ചുമക്കൂല. എന്താ ഞാൻ ഇപ്പോഴൊക്കെ ഞാൻ പിടിച്ചാണ്, എനിക്ക് ചുമ വന്നാൽ നിർത്തൂല. എൻ്റെ അപ്പൻ്റെ മാതിരിയാണ്. എൻ്റെ അപ്പ ചുമ വന്നാൽ പിന്നെ നിർത്തൂല. അമ്മ വിളിച്ചിട്ടുണ്ടാവട്ടെ കണ്ടപ്പോൾ. അപ്പോൾ ഗൈസ് ഈ റൂമിൽ ഇപ്പോൾ ഞാൻ AC ഇട്ടിട്ടില്ല. ഇത് നമ്മൾ ഫിറോസിൻ്റെ ചെയറാണ്, എൻ്റെ ചെയർ അതാണ്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കുറേ വെള്ളക്കുപ്പി ഉണ്ടല്ലേ, അത് രാവിലെ നമ്മളെ കഫീൽ കാഞ്ചം വരും. ഓൻ വന്നാണ്ട് ഒരു 3-4 വെള്ളക്കുപ്പി കുടിച്ചാണ്ട് അവിടെ പോകും. പിന്നെ ഞാൻ പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെക്കനല്ലേ, ഞാനൊക്കെ എടുത്താണ്ട് കളയും, നല്ല വൃത്തിയിൽ ചെക്കനാണ്. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇനി വൈകിയുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വരും. വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുട്ടികളെ വീഡിയോ ഡെയിലി ഒന്നെങ്കിൽ ഒന്ന് നിങ്ങളെ ഫോണിലേക്ക് യൂട്യൂബ് തള്ളിത്തരും, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ തള്ളുണ്ട്, യൂട്യൂബ് നിങ്ങൾ തള്ളിത്തരുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും ഇൻഷാ അല്ലാഹ് കുറേ ആൾക്കാർ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അറിവിന്ദിലാകത്തെ ഉസ്താദിന് കിട്ടുന്ന കമൻറ്റ് പോലെ കുറേ കമൻറ്റ് എനിക്കും കിട്ടിയിരുന്നു. റബ്ബേ ഞാൻ മനസ്സറിഞ്ഞ് തന്നെ ഇൻഷാ അല്ലാഹ് മദീനത്തേക്ക് ഞങ്ങൾ അടുത്ത വെള്ളിയാഴ്ച നിസ്കരിക്കാൻ അറമക്കാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഒരു കമൻറ്റ് ഇട്ടുള്ളി, നമ്പർ ഇട്ടുള്ളി ഞാൻ വിളിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് അടിക്കുക. നിങ്ങളെ കമൻ്റാണ് എൻ്റെ ഊർജ്ജം. അപ്പോൾ ഗൈസ് മുട്ടിയേ അസ്സലാമു അലൈക്കും. നെസ്സി ഞങ്ങളാണ് ഇപ്പം എല്ലാം മിസ് ചെയ്യണം, കാരണം നമുക്ക് IMO വിളിച്ചാൽ കിട്ടില്ല. ഓള് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓളൊരു വാട്സപ്പാണ്, ഓളിപ്പോഴൊന്ന് മെസ്സേജ് അയച്ചത് പഞ്ചിട്ട് ഓളിപ്പോഴാണ് അറിയണത്. അപ്പോൾ നസിയ പനിയൊന്നും കുഴപ്പമില്ല അൽഹംദുലില്ലാ. നസിയ എൻ്റെ പെങ്ങളാട്ടോ ഗൈസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് ഏട്ടനെയും കുട്ടികളൊക്കെ ഒന്ന് കണ്ടിനി, കാരണം മോളിൽ നിന്ന് തറവാട്ടിക്ക് ഒരു ദിവസം പോയിനി, കാരണം മോളിലേക്ക് ആ പേരൻ്റെ ഉള്ളിൽ നിന്ന് മടുത്ത്. മറ്റേ എൻ്റെ അപ്പം ഇങ്ങനെ ഉല്ലകം കറങ്ങലേനോള്. ഇപ്പം ഇടങ്ങാറായിരിക്കുന്നത് ഞാൻ പോന്നപ്പം. ഇൻഷാ അല്ലാഹ് ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കുണ്ടെന്നല്ലേ, അല്ലെ സോറി ഒരു ഇറക്കണ്ടെങ്കിൽ ഒരു കയറ്റുണ്ടെന്നല്ലേ, ഒക്കെ ശരിയാവും. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.